അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഒരു വ്യത്യസ്ത വീഡിയോയുമായിട്ടാണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത്. നമ്മുടെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വയനാട് അവിടെ നടന്ന ദുരിതം നമുക്കൊക്കെ അറിയാം. അതുമായി ബന്ധപ്പെട്ട് ചൂരൽമലയിലും മുണ്ടക്കയിലൊക്കെ 10-12 ദിവസം അവിടെ സേവനം നടത്തിയ പ്രിയങ്കരനായ പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിൽ നിന്നുള്ള ഒരു പ്രതിനിധിയായ വൈറ്റ് ഗാർഡിൻ്റെ ഒരു അംഗം അനമങ്ങാട് പ്രിയപ്പെട്ട ഹനീഫ, പ്രിയപ്പെട്ട ഷെഫീഖാണ്. 1-ാം വാർഡ് മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി കൂടിയാണ് പ്രിയപ്പെട്ട സുഹൃത്ത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുഭവം ഒന്ന് പങ്കുവെക്കാനാണ് നമ്മളെ കൂടിയിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ അതിഥിയെ എത്തിയ പ്രിയപ്പെട്ട ഷെഫീഖിനെ ബഹുമാന്യനായ പെരിന്തൽമണ്ണ നിയോജക മണ്ഡലം മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് അദ്ദേഹത്തെ ഹാരാർപ്പണം നടത്തി അദ്ദേഹത്തെ സ്വീകരിക്കണം. അതിന് അദ്ദേഹത്തെ ആദരപൂർവ്വം ഈ പരിപാടിയിലേക്ക് ബഹുമാന്യനായ പ്രസിഡന്റിനെ ഹാരാർപ്പിക്കാൻ വേണ്ടി ക്ഷണിക്കുന്നു. അപ്പോൾ നമ്മുടെ അവിടുത്തെ അനുഭവങ്ങളെ കുറിച്ചൊക്കെ ബഹുമാന്യനായ പ്രസിഡന്റ് മുസ്ലിം ലീഗിന്റെ നിയോജക മണ്ഡലം പ്രസിഡന്റ് AK നാസർ മാസ്റ്റർ പ്രിയപ്പെട്ട ഷെഫീഖിനോട് ചോദിക്കും. കാര്യങ്ങളൊക്കെ ഷെഫീഖ് അനുഭവങ്ങളൊക്കെ ഇവിടുന്ന് പോയാന്ന് മുതലുള്ള ദുരിതങ്ങളെ കുറിച്ച് നേർക്കാഴ്ച ഞങ്ങളൊക്കെ മേപ്പാടിയിൽ വരെ എത്താനേ നമുക്കൊക്കെ സാധിച്ചുള്ളൂ. പക്ഷേ വൈറ്റ് ഗാർഡിന്റെ പ്രവർത്തനം നിശ്ചയമാണ്. കേരളം മൊത്തം എല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ്. അപ്പോൾ അദ്ദേഹത്തെ കുറിച്ച് അതിനെക്കുറിച്ചൊക്കെ നാസറാക്ക ചോദിക്കും. അതിന് അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കും. പ്രിയപ്പെട്ട ഷെഫീഖ് ആലിപ്പറമ്പ് പഞ്ചായത്തിലെ ആനമങ്ങാട് 1-ാം വാർഡിലെ മുസ്ലിം ലീഗിൻ്റെ സെക്രട്ടറിയാണ്. മാത്രമല്ല വൈറ്റ് ഗാർഡിൻ്റെ ദീർഘനാളായിട്ടുള്ള അംഗമാണ്. അദ്ദേഹം ഈ ഒരു ദുരന്ത സാഹചര്യത്തിൽ ചൂരൽമലയിലും മുണ്ടക്കയിലും ഒക്കെ പോയി സേവനം അർപ്പിച്ചു എന്നുള്ളത് അങ്ങേയറ്റം പ്രശംസനീയർഹമാണ്. 10-12 ദിവസക്കാലം അവിടെ എത്രമാത്രം ദുഷ്കരമാണ് ഓരോ സേവന പ്രവർത്തനങ്ങളും എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. നമ്മളൊക്കെ TV-യിൽ കണ്ടതാണ്. നമുക്കൊന്നും അങ്ങോട്ട് പോകാൻ അവസരം കിട്ടിയിട്ടില്ല. അപ്പോൾ അവിടെ ഒരു സന്നദ്ധ സേവകൻ എന്നുള്ള നിലക്ക് അവസരം കിട്ടി. അദ്ദേഹം അവിടെ പോയി. അത് നമുക്കൊക്കെ വളരെ അഭിമാനമുള്ള കാര്യമാണ്. പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിൽ നിന്ന് ഷെഫീഖും സജീറും മാത്രമാണ് അവിടേക്ക് പോയത്. ധാരാളം വൈറ്റ് ഗാർഡിൻ്റെ പ്രവർത്തകർ ഈ സേവന പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നിലമ്പൂരിലും ചാലിയാറിലും മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഈ മണ്ഡലത്തിൽ നിന്ന് പോയിട്ടുണ്ട്. പക്ഷേ ഈ 10-12 ദിവസക്കാലം സേവന പ്രവർത്തനം നടത്തിയിട്ടുള്ളത് ഈ 2 വൈറ്റ് ഗാർഡിൻ്റെ അംഗങ്ങളാണ്. സജീറിന് ഇവിടെ എത്താൻ പറ്റിയിട്ടില്ല. എന്തായാലും മണ്ഡലം മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് എന്ന നിലക്ക് ഷെഫീഖിനെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കണം. ഷെഫീഖ് അവിടെ പോയിട്ട് എന്താണ് അവിടുത്തെ ഒരു അനുഭവം? ഞങ്ങളൊക്കെ ഇവിടുന്ന് ഇങ്ങനെ ദൃശ്യമാധ്യമങ്ങളിലൂടെ കാര്യങ്ങൾ കണ്ടിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം. ഞങ്ങൾ നേരിട്ട് അവിടെ പോയിട്ട് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ ഒന്ന് പങ്കുവെക്കും. ഞങ്ങൾ അവിടെ ചെന്നിറങ്ങുമ്പോൾ നമ്മൾക്കും ഈ വീഡിയോയിലും ഈ ന്യൂസിലും അന്നിപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ട് 3-ാമത്തെ ദിവസങ്ങളാണ് എത്തുന്നത്. അപ്പോൾ അവിടുത്തെ അവസ്ഥകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ നേർക്കാഴ്ച ഉണ്ടായിരുന്നു, ഉള്ളിലൊരു ഇതുണ്ടായിരുന്നു. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞേക്ക് ഒരിക്കലും ഇതുവരെ ജീവിതത്തിൽ കാണാത്ത അത്രക്കും ഭീകരമായിരുന്നു അവിടുത്തെ അവസ്ഥ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെന്ന് അവിടെ നിന്ന് കഴിയുമ്പോൾ വീടുകൾ, പള്ളികൾ, അമ്പലങ്ങൾ എല്ലാം തകർന്ന് എടുത്തു കൊണ്ടുപോയിക്കാം. ഒരാൾ പോലുമില്ല, ഒരു കടകൾ പോലുമില്ല, ഒന്നുമില്ല. ഇല്ലാത്തൊരവസ്ഥ അത്രക്കും ഭീകരമായിരുന്നു. ഫസ്റ്റ് ചെന്നിറങ്ങിയിട്ട് എന്നെ കൊണ്ടുപോകുന്നത് കുറച്ച് റിസ്ക് പിടിച്ച ഏരിയയാണ്. പൊട്ടിയ സ്ഥലം പുഞ്ചിരിമട്ട എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് കൊണ്ടുപോകുന്നത്. ഞങ്ങളങ്ങനെ കുറച്ച് വൈറ്റ് ഗാർഡ് അങ്ങനെ പോവുകയാണ്. പോയിട്ട് അന്ന് തിരയുമ്പോൾ ആ ഭാഗത്തു നിന്ന് ബോഡികളൊക്കെ കിട്ടിയിരുന്നു. അന്ന് ബോഡി കിട്ടിയിരുന്നു. അപ്പോൾ എൻ്റെ കൂടുതൽ പ്രവർത്തകരൊക്കെ ബോഡി ഇതൊക്കെ കൊണ്ടുപോയി. അങ്ങനെ ഞാൻ ആ ഭാഗത്തു നിന്ന് നിന്നിട്ട് അന്ന് ഫുള്ള് കാര്യങ്ങൾ വെച്ച് ഞങ്ങളെ തിരച്ചില്ലായിരുന്നു. എന്തോ അത്രക്കും ഭീകരം എന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ഒരിക്കലും ജീവിതത്തിൽ ഇനി ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാവരുതെന്ന് അത്രയും പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ചാലിയാറിലൊക്കെ ഒരുപാട് ബോഡി കിട്ടി. പ്രത്യേകിച്ച് ഇപ്പം നമ്മളൊക്കെ പ്രതീക്ഷിക്കാത്ത രൂപത്തിലുള്ള ഒരു സംഭവമാണ് അവിടെ നടന്നത്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത. കാരണം ഒരുപാട് ഉരുൾപൊട്ടൽ കേരളത്തിൽ നമ്മൾ മുമ്പ് കണ്ടിട്ടും കേട്ടിട്ടുണ്ട്. പക്ഷേ ഇത് ഒരു പ്രദേശം, ഒരു നാട്, 2-3 ഗ്രാമപ്രദേശങ്ങൾ ഒന്നായിട്ട് ഒലിച്ചു പോവുക, അല്ലെങ്കിൽ അവിടുത്തെ ആളുകൾ ഒന്നായിട്ട് പോവുക എന്നുള്ളൊരു സാഹചര്യം. ഇവിടുത്തെ ഒരു സാഹചര്യം അന്നത്തെ മഴയും 2 ദിവസമായിട്ട് നടക്കുന്ന മഴയെ സംബന്ധിച്ച ആളുകൾക്ക് ബോധമുള്ളതുകൊണ്ട് കുറേ ആളുകൾ അവിടുന്ന് വീട് വിട്ട് പോയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇതിനേക്കാൾ വലിയ ദുരന്തമാകുമായിരുന്നു. അങ്ങനെ
അവിടെ നിന്ന് കിലോമീറ്ററുകളോളം, ഞാൻ മനസ്സിലാക്കിയത് ഒരു 90 കിലോമീറ്ററൊക്കെ ഉണ്ടെന്നാണ് മനസ്സിലാക്കിയത് ചാലിയാർ പുഴയിലേക്ക്. അവിടേക്ക് എത്തുന്നതിൻ്റെ ഇടക്കുള്ള വഴികളിലൊക്കെ ബോഡി കിട്ടിയെന്ന് പറഞ്ഞാൽ വലിയ ഒരു പ്രശ്നം തന്നെയാണ്. അതൊരു വലിയ സംഭവമാണ്. അവിടെയൊക്കെ ഈ സേവന പ്രവർത്തകരായിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റിയെന്നുള്ളത് പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ്. നാഥൻ്റെ അടുത്ത് നിന്ന് വലിയ പുണ്യം കിട്ടുന്നൊരു കാര്യമാണ്. അപ്പോൾ അത് പ്രതീക്ഷിച്ച് തന്നെയാണ് പോയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഈ പ്രവർത്തനത്തിൽ ഇപ്പോൾ നിങ്ങൾ പിന്നെ അവസാനം നമുക്ക് പൂർണ്ണമായ ബോഡി അല്ലാത്ത രൂപത്തിലുള്ള ശരീരഭാഗങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അത് മറവിൽ ഞാൻ ധാരാളം വെയിറ്റ് ഘടകങ്ങളെ കണ്ടിരുന്നു. അവിടെ ഉണ്ടായിരുന്നു ഷഫീഖ്? അവിടെ ഉണ്ടായിരുന്നു. അതില് ഞങ്ങള് 3-ാമത്തെ ദിവസമാണ് ചാലിയാറിൽ, 2-ാമത്തെ ദിവസം ഞാൻ ചാലിയാറിൽ പോയി. പെരിന്തൽമണ്ണ എന്ന വൈകാടിൻ്റെ കൂടെയാണ് പോകുന്നത്. അവിടെ ചെന്നേക്ക് അന്ന് തിരഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്ക് അവിടെ എത്തിപ്പെടാൻ നമ്മൾ ആളുകളൊക്കെ തിരഞ്ഞു കഴിഞ്ഞിരിക്കണം. പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഫോറസ്റ്റ് ഏരിയയാണ്. അവിടുന്ന് നമ്മൾ നടന്നെത്തുമ്പോഴത്തേന് രാത്രിയാവും. പിന്നെ നമുക്ക് 5 മണി കഴിഞ്ഞാൽ മൃഗങ്ങളുടെ അവിടെ തിരയിൽ നടക്കില്ലായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് കാണുമ്പോഴാണ് അതിൻ്റെ ഭീകരത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇല്ല ജനലുകൾ, വാതിലുകൾ, അതുപോലെ കുട്ടികളുടെ ടോയ്സുകൾ, പാത്രങ്ങൾ എല്ലാം നിലമ്പൂർ ചാലിയാറിൽ കാണാനുണ്ട്. മുണ്ടേരി ഫാമിൻ്റെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഉള്ളിൽ പോയിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോയത്. അതിൽ ഞങ്ങൾക്ക് എത്രത്തോളം ഭീകരത ഉണ്ടെന്ന് അറിയാൻ കാരണം ഞങ്ങൾ നോക്കുമ്പോൾ ഭയങ്കര സ്മെല്ലടിച്ച് നോക്കുമ്പോൾ ഒരു പശുവിൻ്റെ തോല് മാത്രമുണ്ട്. അതിൻ്റെ കുറച്ചപ്പുറത്തായിട്ട് 2 എല്ലും കിടക്കുന്നുണ്ട്. ബാക്കി ഒന്നുമില്ല പശുവിൻ്റെ, അത് മാത്രം അവിടെ കിടക്കുകയാണ്. അത്രത്തോളം ഭീകരാണെന്ന് അന്ന് അവിടുന്ന് മനസ്സിലാവുന്നത്. അതിന് അന്ന് അവിടുന്ന് തിരിച്ചു പോന്നിട്ടാണ് ഞാൻ പിറ്റേ ദിവസം വൈകുന്നേരം അങ്ങോട്ട്, അതായത് മുണ്ടക്കൈ ഭാഗത്തേക്ക് പോകുന്നത്. അവിടെ പോയി കഴിഞ്ഞേക്ക് ഇങ്ങനെ അതിൻ്റെ അവസ്ഥകളും കാര്യങ്ങളൊക്കെ കണ്ടേക്കന്നെ എത്രത്തോളം ഭീകരാണ് സംഗതിന്ന്, അത്രത്തോളം വിഷമം ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ പ്രതീക്ഷിച്ചത് ഒരിക്കലുമല്ല, അതിൻ്റെയൊക്കെ എത്ര അധികമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗ് പാർട്ടിയുടെ യുവജന പ്രസ്ഥാനമായ യൂത്ത് ലീഗിൻ്റെ ഒരു സന്നദ്ധ സേന എന്നുള്ള നിലക്ക് വൈറ്റുകാടിൽ അഭിമാനിക്കുകയാണ്. മാത്രമല്ല മുസ്ലിം ലീഗ് ഈ ദുരന്തത്തെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫോർ വയനാട് എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പ് തയ്യാറാക്കുകയും അതിൽ ഇന്ന് 27 കോടിയിലധികം രൂപ വരികയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി പാണക്കാട് സെയ്ദ് സാദിഖ് നിഷാത്തങ്ങളൊക്കെ ഒരുപാട് ഇതുമായി ബന്ധപ്പെട്ട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് പരിപാടി പ്രഖ്യാപിച്ചു. 691 കുടുംബങ്ങൾക്ക് 15,000 രൂപ വെള്ളിയാഴ്ച കൊടുക്കണം. പിന്നെ അതേപോലെ ഓട്ടോറിക്ഷ നഷ്ടപ്പെട്ട 3 ആളുകൾക്കും ജീപ്പ് നഷ്ടപ്പെട്ട 4 ആളുകൾക്കും പിന്നെ 40ഓളം കുടുംബത്തിന് 50,000 രൂപ കച്ചവടത്തിന് വേണ്ടിയിട്ട് കൊടുക്കുകയാണ്. പിന്നെ 100 ആളുകൾക്ക് വീട് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു പാർട്ടിയുടെ ഒരു എളിയ സേവകനായി എന്നുള്ളതിൽ അഭിമാനമുണ്ടല്ലോ. തീർച്ചയായിട്ടും. അതിൽ എനിക്ക് പറയാനുള്ളത്, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞേക്ക് ഞങ്ങൾക്ക് അവിടെ കിട്ടിയ പരിഗണന, നമ്മൾ വൈകാടിന് താമസിക്കാനുള്ള ഒരു റിസോർട്ട് നെയ്മിക്കാന്ന മൂപ്പര പേര്. മൂപ്പര് പരപ്പനങ്ങാടി തിരൂരങ്ങാടി കൗൺസിലറായിരുന്നു മുമ്പ് എന്നാണ് പറഞ്ഞത്. അവിടുത്തെ യൂത്ത് ലീഗിൻ്റെ പ്രസിഡന്റ് ആയിരുന്നതാണ് അദ്ദേഹം. ഇത്രയും ദിവസം ഇപ്പോഴും അവിടെ വൈകാടിന് വേണ്ടിയിട്ട് ഒരു വലിയ റിസോർട്ടാണ്, ഡാൻസ് ലൈൻ പറഞ്ഞിട്ട് റിസോർട്ട്. ആ റിസോർട്ട് ഫുള്ളായിട്ട് നമുക്ക് വേണ്ടിയിട്ട് വിട്ടു തരികയാണ്. നമുക്ക് അത്രയും സൗകര്യം, AC എല്ലാ സൗകര്യവും നമുക്ക് അവിടെ ചെയ്തു തന്നിരുന്നു. അത്രയും അങ്ങനത്തെ എല്ലാവരും ഇതൊക്കെ നല്ല സപ്പോർട്ടാണ് ചെയ്യുന്നത്. ഞങ്ങൾ അവിടെ ചെന്ന ടൈമിൽ ഓരോ നോക്കുമ്പോൾ യൂത്ത് ലീഗിൻ്റെ ഒരു ജീപ്പുകൾ പോകുന്നുണ്ട്. അപ്പോൾ അതിൽ ഓരോ പ്ലഗുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഞാൻ ചോദിച്ചു എന്താണ് സംഗതി ചോദിച്ചിട്ട് അവർ പറയുന്നത്, മൊബൈൽ ആരെങ്കിലും സ്വിച്ച് ഓഫ് ആവുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ മൊബൈലിൽ നമ്മൾ ടോക്കൺ ഇട്ടിട്ട് അത് അവർക്ക് ചാർജ് ചെയ്ത് തരുന്നതാണ്. അതുപോലെ മൊബൈൽ കടകളെ അസോസിയേഷനിൽ അവർ നമ്മൾ അവിടെ വെച്ച് നമ്മളെ മൊബൈലിന് എന്തെങ്കിലും പരിക്ക് പറ്റുകയാണെങ്കിൽ അവർ ഫ്രീ ആയിട്ട് സർവീസ്, ടവറുകൾ കാര്യങ്ങൾ ചെയ്യുക. ആർക്കൊക്കെ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടോ അതൊക്കെ അവിടെ ചെയ്യുന്നുണ്ട്. അവിടെ വെച്ചിട്ടൊരു അനുഭവം അവരുടെ നാട്ടുകാരിൽ നിന്ന് പ്രത്യേകിച്ച് നമ്മളെ അവരുടെ ഇടകാലങ്ങളിലേക്ക് കിട്ടിയത് പാർട്ടിക്ക് ഏറ്റവും നല്ലൊരു ഇമേജിൻ്റെ കാര്യം തന്നെയാണ്. കാരണം ഇത് പൊട്ടിയ മുതൽ ഏതൊക്കെ വിധത്തിൽ നമ്മളെ സഹായിക്കാൻ പറ്റുന്നുണ്ടോ പാർട്ടി, ആ രീതിയിലൊക്കെ മുസ്ലിം ലീഗ് പാർട്ടി അവിടെ ചെയ്യുന്നുണ്ട്. ജനങ്ങളുടെ മനസ്സിലൊക്കെ മുസ്ലിം ലീഗ് പാർട്ടി അവിടെ ഉണ്ട്. വൈകാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊക്കെ നല്ലൊരു അഭിപ്രായമാണ് വൈകാടിനെ പറ്റിയിട്ട്. ഈ വൈകാടിന്റെ അംഗങ്ങള് പിന്നെ ഓഫ് റോഡ് ബൈക്കുകളൊക്കെ വന്നിട്ട് ആളുകൾ രക്ഷിക്കണൊക്കെ ഞങ്ങൾ കണ്ടിരുന്നു. അപ്പൊ ആ സമയത്തൊക്കെ അതൊക്കെ പിന്നെ ആ സമയത്തൊക്കെ ഉണ്ടോ? ഉണ്ട്. അതില് എന്റെ കൂട്ടുകാരന് ഫസ്റ്റ് 2 ദിവസമല്ല, പിന്നെ എന്റെ കൂട്ടുകാരനെ ഷബീർ മാനബ്ര, മുനീസ് കക്കൂത്ത്, അവരൊക്കെ ഇരുന്ന് ജീപ്പുണ്ട്. അതുപോലെ മഞ്ചേരിയിലെ ഒരു വൈറ്റ് ഗാർഡ് ഉണ്ട്, സുഹേൽ എന്ന് പറഞ്ഞിട്ട്, അവൻ്റെ ഒരു ജീപ്പ് ഉണ്ടായിരുന്നു. പിന്നെ സെയ്ദ് സാറ് സ്റ്റേറ്റ് വൈസ് ക്യാപ്റ്റൻ സെയ്ദ് സാറിന്റെ ഒരു ജീപ്പ് കൊണ്ടാണ് അവര് കണ്ണൂരേര് വന്നത്. വെള്ളത്തിൽ കൂടി ഇങ്ങനെ ആളുകളെ വെള്ളത്തിൽ കൂടെ ആൾക്കാരെ ഞാൻ ഫസ്റ്റ് 3-ാമത്തെ ദിവസം എത്തിയേക്ക് രക്ഷിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു.
പിന്നെ അവിടെ പെട്ടുള്ള ബോഡികൾ കിട്ടുക, നമുക്ക് മറവ് ചെയ്യേണ്ട കാര്യം നടന്നു ചോദിച്ചേക്ക് പറഞ്ഞില്ല. ഞാന് മറവ് ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഫസ്റ്റ് ഞാൻ ചെന്നിട്ട് 2ാമത്തെ ദിവസം ഞാൻ അവിടെ ചെന്ന് നോക്കുമ്പോ 8 മയ്യത്ത് വരുന്നുണ്ട് എന്ന് പറഞ്ഞു. ആ 8 മയ്യത്ത് വരുന്നുണ്ട് എന്ന് പറഞ്ഞേക്ക് ഞങ്ങള് റെഡിയായി PP കിറ്റ് ഇടാൻ പറഞ്ഞു. അപ്പോൾ കൊറോണ ടൈമിലെ പരിചയം കൊണ്ട് എനിക്ക് എന്ത് ചെയ്തു, ഞാൻ PP കിറ്റ് റെഡിയായി. PP കിറ്റ് റെഡിയാക്കിയിട്ട് മയ്യത്ത് വാങ്ങിയിട്ട് കബർക്ക് വെച്ചിട്ട് ആ കബറിൽ വെച്ച് അവിടെ മറവ് ചെയ്തിരുന്നു. അവിടെ ഞാൻ മറവ് ചെയ്തിരുന്നു. ഞങ്ങള് അവിടെ വൈകാടുകൾ മറവ് ചെയ്യുന്നുണ്ട്. ഞാൻ മറവ് ചെയ്യാൻ പോയത് ആളുകൾ തിരിച്ചറിയാൻ പറ്റാത്തവർക്ക് സർവ്വമതാചാര പ്രകാരം പുത്തുമലയില് ഭയങ്കര അവിടെ അന്ന് ഞങ്ങള് ഖബറിനൊഴിക്കാൻ സ്ഥലങ്ങൾ കാണിച്ചു കൊടുക്കാൻ ഞങ്ങൾക്കാണ് കിട്ടി. രാവിലെ തന്നെ ഞങ്ങൾ അവിടെ ക്യാമ്പ് ചെയ്തു. കാണിച്ചു കൊടുക്കുമ്പോൾ JCBക്ക് കുഴി മാന്തുമ്പോൾ കിട്ടുന്ന ഓരോരോ പാത്രങ്ങളും കാര്യങ്ങളും അന്ന് പൊട്ടിയത് 2019 പൊട്ടിയത്. അപ്പൊ അവരെ നാട്ടുകാരോടൊക്കെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു, ഖബറൊഴിക്കാൻ ഇതൊക്കെ കാണിച്ചു തന്നു. എന്നിട്ട് മയ്യത്ത് വരുന്നത് 8 മണി കഴിഞ്ഞിട്ടാണ് മയ്യത്ത് വരുന്നത്. ഞങ്ങൾ രാവിലെ അവിടെ ക്യാമ്പ് ചെയ്തിരുന്നു. അപ്പോൾ ഞങ്ങളന്ന് ഒരു വേറിട്ട അനുഭവം എന്താണെന്ന് വെച്ചാൽ അന്ന് മഗ്‌രിബ് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഉസ്താദ്മാരും വൈദ്യരോടൊക്കെ പാട് കൂടിയിട്ട് അവിടെ മഗ്‌രിബ് നിസ്കരിക്കുന്നു. അപ്പോൾ മഗ്‌രിബ് നിസ്കരിക്കുന്ന ടൈമിൽ നമ്മൾ നിസ്കാരങ്ങൾ കഴിഞ്ഞ് സ്ഥലം വിട്ടുമ്പോൾ ഫുൾ ചാനലിൽ പേപ്പറും പത്രക്കാരും അവർ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ നിസ്കാര സ്ഥലം കൊണ്ടിട്ട് എന്തപ്പോൾ ഇതിന് പ്രത്യേകത ചോദിച്ചു. അതിൽ പറഞ്ഞു നിങ്ങൾ നിസ്കരിച്ചത് അന്നത്തെ ഒരു പള്ളിയായിരുന്നു, ആ പള്ളിയിലാണ് എന്റെ തറമ്മ നിങ്ങൾ നിന്ന് നിസ്കരിച്ചത്. അല്ല മുസ്ലിം പള്ളി, അന്നത്തെ മുസ്ലിം പള്ളി. ഇപ്പൊ അതിന്റെ തറ മാത്രമേ അതിൽ അവശേഷിപ്പുള്ളൂ. അവിടെ ഇതുപോലെ ഒരുപാട് കഷ്ടതകൾ അവസരമായി കിട്ടി. എന്തായാലും പിന്നെ നമുക്ക് ഈ മലയാളക്കരയിലെ ആളുകൾക്ക് മൊത്തത്തിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് അഭിമാനിക്കാവുന്ന ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. നമ്മൾ ലോകത്തിന്റെ പല ഭാഗത്തും ഇന്ത്യയുടെ പല ഭാഗത്തും ഇങ്ങനത്തെ ധാരാളം ദുരന്തങ്ങൾ കാണാറുണ്ട്. പക്ഷെ അവിടെയൊക്കെ സൈന്യ പട്ടാളം അല്ലെങ്കിൽ പട്ടാളോ പോലീസോ ഗവൺമെന്റിന്റെ ഔദ്യോഗിക സംവിധാനമാണ് ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് വരവുള്ളത്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ മലയാളക്കരയിൽ കേരളത്തിൽ നമ്മളെല്ലാവരും അത് മതവും ജാതിയും പിന്നെ പാർട്ടിയൊന്നും നോക്കാതെ എല്ലാവരും ഇത്തരത്തിലുള്ള സേവന പ്രവർത്തനങ്ങൾക്ക് എന്നും മുന്നോട്ട് വന്നിട്ടുണ്ട്. അതിലൊരു അംഗാകാൻ സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഏതായാലും കുറച്ച് നമ്മൾ അത് സ്വീകരിക്കട്ടെ. അപ്പൊ ഏതായാലും ഇന്നത്തെ വീഡിയോയില് പ്രിയപ്പെട്ട ഷഫീഖ് നമ്മളെ ഈ ദുരിത അനുഭവങ്ങൾ കൃത്യമായി അദ്ദേഹം 10-12 ദിവസം അവിടെ തങ്ങി താമസിച്ച് അവിടുത്തെ വിവരങ്ങളൊക്കെ ഒന്ന് പങ്കുവെക്കാൻ നേരിട്ടുള്ള നേർക്കാഴ്ചയാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അത് കൃത്യമായി തന്നെ ഷഫീഖ് അവിടെ നടന്ന കാര്യങ്ങളെക്കുറിച്ചും ഏകദേശം രൂപ നമുക്ക് പറഞ്ഞു തന്നു. ഏതായാലും ഈ ഇത്തരത്തിലുള്ള സേവനം നടത്തിയ ഒരുപാട് അംഗങ്ങളുണ്ട്. ഈ പിന്നെ വൈഗാഡിന്റെ പ്രഖ്യാപനം പ്രിയങ്കരനായ സെയ്ദ് മുനവറലി ശിഹാബ് തങ്ങൾ പ്രസിഡന്റായും പ്രിയപ്പെട്ട PK ഫിറോസ് സാഹിബ് സെക്രട്ടറി ആയിട്ടുള്ള ഈ കമ്മിറ്റി ഈ വൈഗാഡെ പ്രഖ്യാപിച്ച അന്ന് മുതൽ തന്നെ ഷഫീഖ് അതിൽ അംഗമായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അതായത് ഇങ്ങനെ ഒരു സന്നദ്ധ സേവനത്തിൽ ഇതുപോലുള്ളൊരു സമയത്ത് പങ്കെടുക്കാൻ കഴിഞ്ഞാൽ ഷഫീഖിന് അതിയായ സന്തോഷമുണ്ട്. ഏതായാലും സന്തോഷം പങ്കുവെക്കാൻ ഇന്ന് ഞങ്ങൾ വിളിച്ച ഈ ഒരു ചടങ്ങിലേക്ക് ഒരു വീഡിയോയിലേക്ക് എത്തിച്ചേർന്ന ഷഫീഖിനെ പ്രിയപ്പെട്ട ഷഫീഖിനെ താഴെക്കോട് പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ ഒരു പിന്നെ സംഘടനാ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സഹോദരൻ എന്നുള്ള നിലക്കും അതോടൊപ്പം തന്നെ നിയോജകമണ്ഡലം മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ പ്രത്യേക ക്ഷണപ്രകാരമാണ് ഷഫീഖ് ഇവിടെ എത്തിയത്. പ്രിയപ്പെട്ട ഷഫീഖിന് ഹൃദയംഗമായ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ. ഇവിടെ ഇനി എന്തെങ്കിലും അനുഭവങ്ങൾ വേറെ എന്തെങ്കിലും അനുഭവങ്ങൾ പങ്കുവെക്കാനുണ്ട്? എന്തിനുണ്ടോ വേറെ അനുഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ വൈഗാഡിന്റെ ക്യാപ്റ്റന് സ്റ്റേറ്റ് ക്യാപ്റ്റൻ സിറാജ് സാറ് എത്രത്തോളം നമ്മളെ സ്ട്രിക്റ്റ് ആയിട്ട് നമ്മളത്തോട് സ്ട്രിക്റ്റ് ആയി നിൽക്കുമ്പോഴും നമ്മളെ ഈ ഡ്യൂട്ടിയിലുള്ള ടൈമിൽ അത്ര സ്ട്രിക്റ്റ് ആയി നമ്മൾ നോക്കുമ്പോൾ നമ്മൾ റൂമിൽ ചെല്ലുമ്പോൾ ഒരു സഹോദരനെ പോലെ പെരുമാറ്റം. അതുപോലെ ജില്ലാ ക്യാപ്റ്റൻ അപ്പാസ് സാറിന്റെ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു അനിയനെ പോലെ കൊണ്ട് നടന്നിട്ട് എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ ചെയ്ത് തന്നിട്ട് നമ്മളിതാക്കിയിട്ട് അങ്ങനെ അവരുടെ സ്ട്രിക്റ്റും കരുതലും കൂടി ഒരു അപകടം ഇല്ലാതെ നമ്മളെ കൊണ്ടുപോകണം. എപ്പോഴും സിറാജ് സാർ പറയുന്നത് എപ്പോഴും ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു നമുക്ക് എപ്പോഴും ഒരു വിസിൽ കൊണ്ട് എപ്പോഴും വന്ന് രാവിലെ വന്ന് എണീപ്പിക്കുക, അവരാണ് 5 മണിക്ക് വന്ന് എണീപ്പിക്കുക. അങ്ങനെ വേറിട്ടൊരു അനുഭവം, ഒരുപാട് പേരുടെ ജീവിതത്തിൽ ഒരു അനുഭവമായി. പിന്നെ ഫിറോസ് പിന്നെ PK ഫിറോസ് നിങ്ങളെ കൂടെ ഉണ്ടായിരുന്നു. നമ്മള് ചാനലുകളിൽ ഇങ്ങനെ കണ്ടിരുന്നു. ഫിറോസ് ഭായി എപ്പോഴും നിങ്ങളെ കൂടെ എല്ലാ നേതൃത്വം നൽകാനൊക്കെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനൊക്കെ സ്റ്റേറ്റ് കോർഡിനേറ്റർ തങ്ങളും ഉണ്ടായിരുന്നു. തങ്ങള് എപ്പോഴും ഉണ്ടായിരുന്നു. തങ്ങള് അതുപോലെ ഞങ്ങളെ കൂടെ ഒരു പശുവിന് ഒരു പുല്ല് കൊടുക്കലുണ്ടായിരുന്നു. ജീപ്പിൽ കയറ്റി കൊണ്ടുപോകുന്നില്ല. അന്ന് സിദ്ദീഖ് സാർ MLA ഇങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങൾ പോകുമ്പോ തങ്ങളും ഉണ്ട്. തങ്ങള് ഞങ്ങളുടെ വണ്ടിയിലിരുന്നു. തങ്ങള് വന്നിട്ട് ഞാനും പുല്ലേറ്റാന്ന് പറഞ്ഞിട്ട് തങ്ങള് എന്റെ കയ്യിൽ നിന്ന് എന്നോട് പുല്ല് വെച്ച് കൊല്ലാൻ പറഞ്ഞിട്ട് അങ്ങനെ പുല്ലേറ്റ് എല്ലാരും ഒരേപോലെ ഒരേ മനസ്സോടെ നിന്നിട്ട് പ്രയത്നിച്ചു.
പിന്നെ അവിടെ കൃത്യമായി തന്നെ കുഞ്ഞാൽ സാഹിബ് സാധിക്കൽ തങ്ങള് ഒക്കെ നേതൃത്വം നല്ല കൃത്യമായ സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ച് അവിടെ കൃത്യമായി ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ബഹുമാന്യ പ്രസിഡന്റ് പറഞ്ഞത് ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ അവിടെ പോയി സന്ദർശിച്ച് കൃത്യമായി അതിന്റെ ഒരു പിന്നെ കാര്യങ്ങൾ ബോധ്യപ്പെട്ടത് നേതൃത്വം. അതുപോലെ തന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ ടി സിദ്ദീഖ് MLA നല്ല പിന്തുണയായിട്ട് പ്രത്യേക ചാനലിലൊക്കെ കൃത്യമായി തന്നെ വൈകാടിനെ അഭിനന്ദിക്കുന്നത്. ഞാനവിടെ ചെന്ന ദിവസം അവിടുത്തെ ഡെപ്യൂട്ടി കലക്ടർ വൈകാട് കോർഡിനേറ്ററെ വിളിക്കുകയാണ്. ഫിറോസ് സാഹിബിനെ വിളിച്ചിരുന്നു. ഫിറോസ് സാഹിബിനെ വിളിച്ചിട്ട് പറയാണ്, നിങ്ങളൊരു 30 അംഗ ടീമിന് ഞങ്ങൾക്ക് വേണം, ഞങ്ങൾക്ക് റഡാർ പ്രകാരം ജീവൻ ഉണ്ടെന്ന് കെട്ടിക്കുന്നു. അന്ന് രാത്രി ഇത്രയും ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന വൈകാട് ആ ടൈമിൽ വണ്ടികൾ എടുത്തിട്ട് സർക്കാർ സംവിധാനത്തിന്റെ കൂടെ പോവുകയാണ്. അന്ന് ഞങ്ങൾ മനസ്സിലാക്കി നമ്മൾ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു, നമുക്കിവിടെ എന്ത് പ്രവർത്തനവും കാര്യങ്ങൾക്കോ നമ്മുടെ പ്രവർത്തനം സാലിയായ അമലായിട്ട് തന്നെ സ്വീകരിക്കും, എല്ലാവരും അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് അന്ന് മനസ്സിലായി. അത് കാരണം സർക്കാർ സംവിധാനത്തോടെ മിലിറ്ററിക്കാരെ, ഫോറസ്റ്റേര്, ഫയർഫോഴ്സിന്റെ ആളുകൾ ഇവരുടെ കൂടെയൊക്കെ അവർ നമ്മുടെ കൂടെ ഒരുമിച്ചാണ് നമ്മളവിടെ പ്രവർത്തിക്കുന്നത്. ഭയങ്കര വേറിട്ട അനുഭവങ്ങളായിരുന്നു. ക്യാമ്പില് എന്തെങ്കിലും ക്യാമ്പൊക്കെ സന്ദർശിച്ചപ്പോ എന്തെങ്കിലും അനുഭവങ്ങൾ പ്രത്യേകിച്ച് ക്യാമ്പിന്റെ ഭാഗത്ത് എനിക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. ക്യാമ്പിന്റെ ഭാഗത്ത് ഡ്യൂട്ടി ഇല്ല. എനിക്ക് ഈ ചൂരന്മല, മുണ്ടക്കൈ, പിന്നെ പുഞ്ചിരിവട്ടം എന്ന് പറഞ്ഞ 3 സ്ഥലം, പിന്നെ താഴത്തെ ഒരു ദിവസം ഞങ്ങൾ എന്ത് ചെയ്തു, ഇവിടെ റിസ്ക് പിടിച്ച ഏരിയയാണ് സൂചിപ്പാറ വെള്ളച്ചാട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ കാന്തമ്പാറ, അങ്ങനെ സൂചിപ്പാറ വെള്ളച്ചാട്ടം കഴിഞ്ഞിട്ട് നേരെ കാട് കയറിയിട്ട് ഇങ്ങനെ തരാനൊരു പറ്റി. അവിടെയൊക്കെ വെച്ചിട്ട് പറഞ്ഞാൽ നമ്മൾ കയറ് കെട്ടിയിട്ട് ഓസ് ചെയ്യണം, അത്രയും നമ്മളെ തട്ടിക്കൊണ്ടുപോണെ ഒഴുക്കുണ്ടാവും. അങ്ങനെ അത്രയും റിസ്ക് എടുത്തിട്ടാണ് അന്നൊക്കെ അവിടെയൊക്കെ പോയത്. പിന്നെ അട്ടകളുടെ ശല്യം, നമുക്ക് പ്രതികൂല പല ശല്യം ഉണ്ടായിരുന്നു. നമ്മുടെ നേതാക്കന്മാർ ക്യാമ്പ് സന്ദർശിച്ചിട്ട് പരിപൂർണ്ണ പിന്തുണയായിരുന്നു. 2 ദിവസത്തിന് വേണ്ടിയിട്ട് ഞാൻ പോയത്. പക്ഷെ ആ മണ്ണിൽ പോയി അവിടുന്ന് ഇങ്ങോട്ട് പോരാൻ തോന്നില്ല. അവിടുന്ന് നമ്മളെ അവിടുത്തെ നാട്ടുകാരും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ പിന്നെ ഒരു വേറിട്ട അനുഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്ന അന്ന് ഞങ്ങൾക്ക് 3 മണി വരെ പുറത്തിറങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. ഞങ്ങൾ റിസോർട്ടിലായിരുന്നു. അപ്പൊ ഞങ്ങൾ മുടി വെട്ടാനും ഷേവ് ചെയ്യാനൊക്കെ പാടി താഴത്തേക്ക് ഇറങ്ങിക്ക് ബാർബർ ഷാപ്പിൽ നിന്ന് പോലും ഞങ്ങൾക്ക് ഇന്ന് പൈസ വേണ്ട. ചായ കുടിക്കാൻ കയറി കഴിഞ്ഞാൽ വേറെ ആരെങ്കിലും പൈസ കൊടുത്തു പോവാ, ഓട്ടോറിക്ഷ കയറി കഴിഞ്ഞാൽ പൈസ വാങ്ങില്ല. നമ്മൾ അത്രയും പരിഗണിച്ചിരുന്നത് നാട്ടുകാർ ഇപ്പോഴും പറയും, ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാനോട് നിങ്ങൾക്ക് വേണ്ടി കഴിയുള്ളൂ. വേറിട്ട അനുഭവങ്ങൾ. ഏതായാലും ഈ ഒരു വീഡിയോയിൽ നമുക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, വൈറ്റ് ഗാർഡ് കൃത്യമായിട്ട് അവിടെ തന്നെ സേവനം നൽകി. അതോടൊപ്പം തന്നെ പല സന്നദ്ധ സംഘടനകളൊക്കെ അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്. എല്ലാവരെയും ഞങ്ങൾ ഈ സമയത്ത് സ്മരിക്കുകയാണ്. ഏതായാലും ഞങ്ങൾ നിയോജക മണ്ഡലത്തിൽ നിന്ന് ഒരു വ്യക്തി എന്നുള്ള നിലക്ക് ഈ പിന്നെ പ്രിയപ്പെട്ട ഷഫീഖിനെ ഹൃദയംഗമായ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. അപ്പോൾ ഏതായാലും ഇത് ഷഫീഖിന്റെ പ്രവർത്തനവും അതോടൊപ്പം തന്നെ മറ്റ് സന്നദ്ധ സേവകരുടെ പ്രവർത്തനമൊക്കെ പഠിച്ച തമ്പുരാൻ ഒരു സ്വാലിയായ അമലായി സ്വീകരിക്കട്ടെ. അതോടൊപ്പം തന്നെ മരണപ്പെട്ടവർക്കൊക്കെ ഷഹീദിന്റെ കൂലി നൽകി ആദരിക്കട്ടെ എന്ന് കൂടി സമയത്ത് നടത്തിക്കൊണ്ട് ഇതേ വീഡിയോ പ്രസിഡന്റിന് എന്തെങ്കിലും അപ്പോൾ അന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.